ഇനിയിപ്പോൾ 2029 വരെ ഇലക്ഷൻ ഇല്ലാത്ത 3 വർഷങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. പല കോണുകളിൽ നിന്നും ഷോർട്ട് ടേം എതിർപ്പുണ്ടാകാൻ സാധ്യതയുള്ള, എന്നാൽ കേരള സമൂഹത്തിന് അത്യന്താപേക്ഷിതവും ഗുണകരവുമായ കുറച്ച് റിഫോംസ് കൊണ്ടുവരാൻ പറ്റിയ അവസരമാണ് പുതിയ സർക്കാരിന്. എന്റെ ഒരു വിഷ് ലിസ്റ്റ് പറഞ്ഞാൽ: 1. പെൻഷൻ പ്രായം ഉയർത്തുക. വി ആർ എ സൊസൈറ്റി വിത്ത് വെരി ഗുഡ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി. 56 വയസ്സിൽ പിരിച്ചുവിട്ട് പെൻഷൻ കൊടുത്തു തുടങ്ങുന്നത് എല്ലാ രീതിയിലും അബദ്ധമാണ്. 60 ഐഡിയൽ. ഒരു 58 ആക്കാൻ സാധിച്ചാൽ വുഡ് ബി എ ഗ്രേറ്റ് റാഷണലൈസേഷൻ ഓഫ് ഗവൺമെന്റ് HR. 2. മലപ്പുറം ജില്ല വിഭജിക്കുക ആൻഡ് മേ ബി അതർ ബിഗ് ഡിസ്ട്രിക്ട്സ് ടു. ഒരു 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഒരു ലോക്സഭാ മണ്ഡലം ആണ് ഒരു ജില്ലയുടെ ഐഡിയൽ സൈസ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. സാമ്പത്തിക ചെലവുള്ള സംഗതിയാണ്, ബട്ട് ദ കോൺസിക്വന്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഈസ് ആൻഡ് പബ്ലിക് കൺവീനിയൻസ്, എസ്പെഷ്യലി ആക്സസ് ടു പബ്ലിക് ഓർ ഗവൺമെന്റ് സർവീസസ്, മേക്സ് ഇറ്റ് എ വെരി വർത്ത് വൈൽ ഇൻവെസ്റ്റ്മെന്റ്. 3. നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുക. വുഡ് ബി ഹ്യൂജ്ലി ബെനിഫിഷ്യൽ ടു അട്രാക്ട് ടൂറിസ്റ്റ്സ് ആസ് വെൽ ആസ് സർവീസ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്സ്. 4. മലയാളം മീഡിയം എന്ന സംഗതി പരമാവധി ഒരു LP തലത്തിനപ്പുറം കൊണ്ടുപോവാതിരിക്കുക. UP, HS, HSS തലങ്ങൾ സാർവത്രികമായി ഇംഗ്ലീഷ് മീഡിയമാക്കുക. വി ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് ന്യൂ ക്ലാസ് ഡിഫറൻസസ് ഓൺ ടോപ്പ് ഓഫ് ദി എക്സിസ്റ്റിംഗ് വൺസ്. 5. സ്കൂളുകളിലെ മാർക്കിംഗ് ആൻഡ് ഗ്രേഡിംഗ് സംവിധാനം ശാസ്ത്രീയമായി പരിഷ്കരിക്കുക. A+ ഉദാരവൽക്കരണം അവസാനിപ്പിച്ച് ഗ്രേഡിംഗ് കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് നിലവാരം തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുക. അൺകണ്ടീഷണൽ ഓൾ പാസ് സംവിധാനം കുട്ടികൾക്ക് ബേസിക് ലേണിംഗ് ഔട്ട്കംസ് ഉറപ്പുവരുത്തുന്ന രീതിയിൽ പുനഃപരിശോധന നടത്തുക. നിലവിലെ വിഷ് ലിസ്റ്റ് ഇത്രയുമാണ്. ഫീൽ ഫ്രീ ടു ആഡ് യോഴ്സ് ഓർ ഒപ്പൈൻ ഓൺ മൈൻ.